ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാലാമത്തെ ദിവസവും ഒരു സെല്ലിംഗ് പ്രഷറായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കുമ്പോൾ 88 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 18,178-ലും, സെൻസെക്സിൽ 336 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 60,923-ലും, ബാങ്ക് നിഫ്റ്റിയിൽ 512 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 40,030-ലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ റാലികൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ടോപ്പ് പെർഫോമിംഗ് സെക്ടറും ഇവർ തന്നെയായിരുന്നു. അതുപോലെ തന്നെ IT, മെറ്റൽ, റിയാലിറ്റി ഈ ഒരു സെക്ടറുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിക്ലൈനിലും പോയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 22 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 28 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമാണ് നിന്നത്. അതിൽ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ഗ്രാസിം, HDFC, ഭാരത് പെട്രോളിയം ഇവരായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. ബ്രോഡർ മാർക്കറ്റുകളിലും സെൽ ഓഫ് തുടരുകയാണ്. മിഡ് ക്യാപ്പിൽ ഇന്ന് 0.29% ലോസും സ്മോൾ ക്യാപ്പിൽ 0.74% ലോസും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വർദ്ധിച്ചുകൊണ്ടിരുന്ന വോളറ്റിലിറ്റി ഇൻഡെക്സ് വിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. 1.5% കുറഞ്ഞ് 18-ലാണ് ഇപ്പോൾ വോളറ്റിലിറ്റി ഇൻഡെക്സ് നിലനിൽക്കുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രാവിലെ SGX നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിനായിരുന്നു പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റിന് ഉണ്ടായി എങ്കിലും പിന്നീട് ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് മാർക്കറ്റ് വീണ്ടും ഡൗണിലേക്ക് പോവുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇന്ന് ഡെയിലി ചാർട്ടിൽ തീർച്ചയായിട്ടും നാലാമത്തെ ദിവസവും ഒരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി എൻഡ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇന്നൊരു വോളറ്റൈലായിട്ടുള്ളൊരു ട്രേഡിംഗ് സെഷൻ ആയിരുന്നു. പ്രത്യേകിച്ചും ഒരു വീക്കിലി എക്സ്പയറിൻ്റെ ഒരു ഇമ്പാക്റ്റും ഈ ഒരു സ്റ്റോക്കിൽ നിഫ്റ്റിയുടെ ചാർട്ടിലുണ്ടായി എന്നാണ് കാണാനുള്ളത്. ഇനി ഇങ്ങനെയൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ ഇന്ന് മാർക്കറ്റിൽ നേരിട്ടുവെങ്കിലും കുറച്ച് സ്റ്റോക്കുകളിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകിച്ചും റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്നോമാൻ ലോജിസ്റ്റിക്സ്, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, അതേപോലെ തന്നെ IDBI ബാങ്ക് നല്ല റിസൾട്ടുകൾ വന്നതിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു റൈസുകൾ കാണാനുണ്ടായിരുന്നു. എന്നിരുന്നാലും L&T ഫിനാൻസ് ഹോൾഡിംഗ്, ഹാവൽസ് ഈ ഒരു സ്റ്റോക്കുകളിലൊക്കെ ഒരു റിസൾട്ട് ഇമ്പാക്റ്റുകൾ വന്നത്, ഒരു നെറ്റ് പ്രോഫിറ്റിലൊക്കെ ഒരു കുറവ് വന്നതൊക്കെ ഈ ഒരു സ്റ്റോക്കിനെ ഡൗണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി 18,000 റേഞ്ചുകളാണ് ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കൊടുത്ത ഗ്യാപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് 18,000 എന്നുള്ളൊരു റേഞ്ചിനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഒരു കൺസോളിഡേഷനും അല്ലെങ്കിൽ ഒരു റിവേഴ്സിനൊരു സാധ്യതകൾ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എൻട്രിക്കുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലുകളൊക്കെ നിങ്ങൾ വരും ദിവസങ്ങളിലൊന്ന് വാച്ച് ചെയ്യുക. ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു ഇൻഫ്ലേഷൻ അത് വീണ്ടും ഒരു ആശങ്ക കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും ഒരു വില്ലനായിട്ട് നിലനിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ പല കമ്പനികളും അവരുടെ കമൻട്രികളിൽ വന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റോ മെറ്റീരിയലിൻ്റെയൊക്കെ കോസ്റ്റിലുള്ള വർധനവുകൾ, പ്രത്യേകിച്ചും ജുബിലൻറ്റ് ഫുഡ് വർക്കിൻ്റെ ഭാഗത്തു നിന്ന് ജുബിലൻറ്റ് ഫുഡ് വർക്ക്, അതുപോലെ തന്നെ ഹാവൽസ്, HUL ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് കമൻട്രികൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് കോസ്റ്റിലുള്ള വർധനവുകൾ അവരുടെ വരുന്ന കുറച്ച് ക്വാർട്ടറിലെങ്കിലും ഇനി മാർജിനിലൊരു ഇമ്പാക്റ്റുകൾ കൊണ്ടുവരും, നെറ്റ് പ്രോഫിറ്റിലൊക്കെ ഒരു ഇമ്പാക്റ്റുകൾ കൊണ്ടുവരുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അൾട്രാടെക് സിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഫ്യൂൽ കോസ്റ്റ് ഒക്കെ നികത്തണമെങ്കിൽ അവർ വീണ്ടും അവരുടെ സിമെൻറ്റ് പ്രൈസൊക്കെ വീണ്ടും വർദ്ധിപ്പിക്കണം ഇതിനൊന്ന് നികത്താനായിട്ടെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലേഷനും ഫ്യൂൽ കോസ്റ്റുകളും ഒക്കെ വീണ്ടും ഒരു ആശങ്ക കൊണ്ടുവരുന്നുണ്ട് മാർക്കറ്റിൽ. അടുത്തൊരു ക്വാർട്ടർ ഏണിങ്സിന് ഇമ്പാക്റ്റുകൾ വരുമെന്നും അപ്ഡേറ്റുകളിൽ കാണുന്നു. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്ക് സെക്ടറായിരുന്നു ഇവർ. അതുമാത്രമല്ല റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി എൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ റെക്കോർഡ് ഹൈയിൽ നിന്ന് ചെറിയൊരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എന്നാലും വീണ്ടും റെക്കോർഡ് ഹൈയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഡോജിക്ക് ശേഷം വീണ്ടും ഒരു റിവേഴ്സലിൻ്റെ ഒരു സൂചനകളാണ് ബാങ്ക് നിഫ്റ്റി തരുന്നത്. 11 സ്റ്റോക്കുകൾ ബാങ്ക് നിഫ്റ്റിയിൽ അഡ്വാൻസസിലും ഒരു സ്റ്റോക്കാണ് ആകപ്പാട് ഡിക്ലൈനിങ് മോഡിലും നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിനൊന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ RBL, ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക് ഈ ഒരു സ്റ്റോക്കുകളിലൊക്കെ ബ്രേക്കൗട്ട് റീജിയൻ്റെ അടുത്താണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇവരുടെ Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാനും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നാളെയും ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെ അടുത്തിട്ട് റിയാലിറ്റി സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒരു കറക്ഷൻ ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് ഏകദേശം 490, 495 ആ റേഞ്ചിലൊരു സപ്പോർട്ട് സോണിനെ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് എൻഡായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ ഒരു റേഞ്ചുകൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയാലിറ്റിയിലൊരു റിവേഴ്സൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും വരും ദിവസങ്ങളിലൊന്ന് കോഷ്യസ് ആയിട്ട് തന്നെ ഈ ഒരു സെക്ടറിനെയൊക്കെ സമീപിക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. ഓട്ടോ സെക്ടറിൽ ഇന്ന് ഒരു 8 സ്റ്റോക്കുകൾ അഡ്വാൻസസിൽ വന്നിട്ടുണ്ട്. ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ കൺസോളിഡേഷന് ട്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നു ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം.
അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ലെവലുകളിൽ നിന്ന് നമുക്ക് റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 11,600 മുകളിലേക്കൊക്കെ ഒരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു തിരിച്ചുവരവുള്ള സാധ്യതകൾ ഓട്ടോ സെക്ടറിൽ നിലനിൽക്കുന്നു. IT സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും റെക്കോർഡ് ഹൈയിൽ നിന്നും റിവേഴ്സലിൻ്റെ ഒരു കൺഫർമേഷൻ പോലെയാണ് കാണാനുള്ളത്. നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് IT സെക്ടർ ഇന്ന് എൻഡ് ആയിട്ടുള്ളത്. അങ്ങനെ റിവേഴ്സലാണ് തുടരുകയാണ് എങ്കിൽ 34,500 റേഞ്ചുകൾ സപ്പോർട്ട് സോൺസ് ആയിട്ട് IT സെക്ടറിന് നിലനിൽക്കുന്നു. മെറ്റൽ സെക്ടറിലും സെല്ലിംഗ് പ്രഷർ തുടരുകയാണ്. വീണ്ടും നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് എൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ 5,780 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ 5,630 റേഞ്ചുകൾ സപ്പോർട്ട് സോൺസ് ആയിട്ട് മെറ്റൽ സെക്ടറിന് നിലനിൽക്കുന്നു. FMCGയിലും സെല്ലിംഗ് പ്രഷർ തുടരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രേക്ക് ഔട്ട് നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തു എന്നുള്ളത്. അതിനെ തുടർന്ന് വീണ്ടും നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് FMCG എൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി റിവേഴ്സൽ ആവുന്നത് വരെ FMCG സെക്ടറിനൊക്കെ ഒന്ന് കോഷ്യസ് ആയിട്ട് സമീപിക്കുന്നതായിരിക്കും സേഫ് ആയിട്ടുണ്ടാവുക. ഫാർമ സെക്ടറിലും ഇന്നും ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. എന്നിരുന്നാലും ഈ ഒരു റേഞ്ചിൽ ഏകദേശം 14,000 റേഞ്ചിനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ കാണുന്നുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു റേഞ്ച് ലെവലുകൾ ഈ ഒരു സെക്ടറിലും ട്രാക്ക് ചെയ്യുക. മീഡിയ സെക്ടറിൽ നിന്നൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ട്രെൻഡിംഗ് ആണ് വീണ്ടും കാണാനുള്ളത്. ബിയറിഷ് കഴിഞ്ഞ ദിവസം ഒരു റിവേഴ്സലിനൊരു സൂചന തന്നിരുന്നുവെങ്കിലും വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിൽ ഈ ഒരു റേഞ്ചിൽ വീണ്ടും ഒരു കൺസോളിഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് മീഡിയ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. അപ്പോൾ നമുക്കിനി റാലികൾ തുടരണമെങ്കിൽ 2,370-80 റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് മീഡിയ സെക്ടറിന് ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിനുള്ളൊരു സാധ്യതകൾ US മാർക്കറ്റിൽ നിലനിൽക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളും നെഗറ്റീവ് സൈഡിലേക്കാണ് കാണാനുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളും ഏകദേശം എല്ലാം തന്നെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് നിലനിൽക്കുന്നു. SGX നിഫ്റ്റി 27 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്തായിട്ട് രൂപയുടെ മൂല്യത്തിൽ ഫ്ലാറ്റ് എൻഡിംഗ് ആയിരുന്നു ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. 74.86 ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നലെ FIIൻ്റെ ഭാഗത്തു നിന്ന് 1,843 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും 1,680 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലും ക്യാഷ് മാർക്കറ്റിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് ആയിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് തന്നെ ആ ഒരു ഡാറ്റ ട്രാക്ക് ചെയ്യുക. ഇതുവരെ 4,353 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്നത്. അത്ര സപ്പോർട്ടീവായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ വരും ദിവസങ്ങളിൽ ഒന്ന് കോഷ്യസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും സേഫ് ആയിട്ടുണ്ടാവുക. അതുപോലെ നാളെ രാവിലെയും SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഇനി സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് RNVL റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. കഴിഞ്ഞ ഈ 2021 ഹൈനെ ഇന്ന് ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റാലികൾ തുടരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്കൊരു 36.50 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ RNVLനെ വീണ്ടും ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബ്രേക്കൗട്ടുകൾ നടന്നു എന്നുള്ളത് ഈ ഒരു സ്റ്റോക്കിന് ഗുണകരമായിട്ട് നിലനിൽക്കുന്നു. ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ടിലും ഒരു റിവേഴ്സൽ കാണുന്നുണ്ട് അപ്സൈഡിലേക്കുള്ളത്. അപ്പോൾ ഇനി 510 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 525 വരെ പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അതിൽ നിന്നും ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ അടുത്ത റാലികളുടെ സാധ്യതകൾ ടാറ്റ മോട്ടോഴ്സിലും നിലനിൽക്കുന്നുണ്ട്. ഇനി ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിൻ്റെ ചാർട്ട് ഒന്ന് ട്രാക്ക് ചെയ്യുക. ബ്രേക്കൗട്ട് സോണിൻ്റെ അടുത്താണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. IRCTCനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ദിവസത്തെ നല്ലൊരു ഫോളിന് ശേഷം ഇന്ന് ചെറിയൊരു റിവേഴ്സൽ കാണാനുണ്ട്. കൺഫർമേഷൻ ആയിട്ടില്ല. ഒരു റിവേഴ്സൽ കൺഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ IRCTCയിലും പോസിബിലിറ്റി വരാനുള്ള സാധ്യതകളുണ്ട്. അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ KPIT ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ZF ഗ്രൂപ്പുമായിട്ട് ഒരു പാർട്ണർഷിപ്പിലേക്ക് വന്നിരിക്കുന്നു. ഒരു മൊബിലിറ്റി ഇക്കോസിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പാർട്ണർഷിപ്പ് എന്ന അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അടുത്തൊരു PVRനെ സംബന്ധിച്ചിടത്തോളം അവർ മുംബൈയിൽ 6 മൾട്ടിപ്ലക്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. സ്ട്രൈഡ്സ് ഫാർമയെ സംബന്ധിച്ചിടത്തോളം അവർ എൻഡോയിൽ നിന്നും അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി അതുപോലെ തന്നെ NDAS ഒക്കെ അക്വയർ ചെയ്യുന്നതിനുള്ളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് Q2 റിസൾട്ട് അപ്ഡേറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഏഷ്യൻ പെയിൻറ്റ്സിലേക്ക് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 29% ഫോളാണ് അവർക്കുണ്ടായിരിക്കുന്നത്. 595 കോടി നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ഈ ഒരു Q2 കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഈ സെപ്റ്റംബർ ക്വാർട്ടറിൽ അവർക്ക് 830 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു നിലനിന്നത്. ഇൻകം നോക്കിയാൽ അവിടെയും 32% ഡിക്ലൈൻ ഉണ്ടായിരിക്കുന്നു. 7,234 കോടി ടോട്ടൽ ഇൻകമായിട്ട് കാണിച്ചിരിക്കുന്നു. അടുത്തായിട്ട് ജസ്റ്റൈലിലേക്ക് വരുമ്പോൾ 33 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നെറ്റ് പ്രോഫിറ്റിലൊരു ഇടിവാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ റവന്യൂവിലും ഒരു ഇടിവ് വന്നിട്ടുണ്ട്. 168 കോടിയിൽ നിന്നും 156 കോടിയായിട്ട് ഇയർ ഓൺ ഇയറിൽ ഇൻകം ചുരുക്കിയിരിക്കുന്നു.
ഇനി L&T ഫിനാൻസ് ഹോൾഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 15.5% ഫോളാണ് അവർക്ക് Q2 നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. 224 കോടി നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ അത് 265 കോടിയായിരുന്നു. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അവർക്ക് ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. 3408 കോടി കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തെടുത്ത് 3051 കോടിയാണ് ഇപ്പോൾ റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. CG പവറിലേക്ക് നോക്കുമ്പോൾ 72% ജമ്പാണ്, ഗ്രോത്താണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 188 കോടി നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ അവർക്ക് 109 കോടിയായിരുന്നു നിന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും അവിടെയും നല്ലൊരു വർധനവ്, ഏകദേശം ഡബിളിന് മേലെയായിട്ട് ഉയർന്നിട്ട് കാണിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ഒരു നെറ്റ് പ്രോഫിറ്റിലൊരു വർധനവിന് കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് 2 മടങ്ങായിട്ട് ഉയർന്നിട്ടുണ്ട്. 263 കോടി നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്കത് 130 കോടിയായിരുന്നു സെപ്റ്റംബർ ക്വാർട്ടറിൽ നിന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 33% റൈസ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോസ് NPA 5.6-ലും 5.56-ലും അതുപോലെ തന്നെ നെറ്റ് NPA 1.73-ലും നിലനിൽക്കുന്നു എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നാളെ റിസൾട്ടുകൾ വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ്, HDFC ലൈഫ്, ഫെഡറൽ ബാങ്ക്, ഹിന്ദുസ്ഥാൻ സിങ്ക്, പോളിക്യാബ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ടാറ്റ LXI, PVR ഈ ഒരു കമ്പനികളുടെ റിസൾട്ടുകൾ നാളെ വരാൻ പോകുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിസൾട്ടുകളും ട്രാക്ക് ചെയ്യുക. തീർച്ചയായിട്ടും മാർക്കറ്റിലൊരു ഇമ്പാക്റ്റുകൾ ഈ ഒരു റിസൾട്ടുകൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളും ഒക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരു ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.